ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങളിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നാണല്ലോ സഡാക്കോ കുക്ക്. അങ്ങനെ ഇന്ന് ഞങ്ങളും സഡാക്കോ കുക്കിനെ ഉണ്ടാക്കി. ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് നോക്കിയാലോ. സഡാക്കോ സസാക്കി ഒരു ജപ്പാനീസ് പെൺകുട്ടി. പണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ നമ്മുടെ സഡാക്കോയ്ക്ക് വെറും 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അണുബോംബ് ദുരന്തത്തിൽ നമ്മുടെ കൊച്ചു സഡാക്കോയ്ക്ക് ബാഹ്യമായ പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അണുബോംബ് ദുരന്തത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അവളുടെ കുഞ്ഞു ശരീരത്തെ ബാധിച്ചിരുന്നു. അവൾക്ക് 12 വയസ്സായപ്പോൾ നമ്മുടെ കുഞ്ഞു സഡാക്കോ സ്കൂളിൽ വെച്ച് തല ചുറ്റി വീണതിനെ തുടർന്ന് ചികിത്സയിൽ കുഞ്ഞു സഡാക്കോയെ രക്താർബുദം കീഴ്പ്പെടുത്തിയെന്ന് കണ്ടെത്തി. ജാപ്പനീസ് വിശ്വാസമനുസരിച്ച് വെള്ളക്കൊക്കുകളെ വളരെ പവിത്രമായി കാണുന്നതാണ്. 1000 വെള്ളക്കൊക്കുകളെ നിർമ്മിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും നിറവേറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് നമ്മുടെ കുഞ്ഞു സഡാക്കോ അവൾക്ക് കിട്ടുന്ന എല്ലാ കടലാസ് കഷ്ണങ്ങളെയും കൂട്ടിവെച്ച് കൊക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ വിധി അവളെ കൊണ്ട് 1000 കൊക്കുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കാത്തു നിൽക്കാതെ 644 കൊക്കുകൾ മാത്രം നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു സഡാക്കോയെ അവളുടെ 12-ാം വയസ്സിൽ മരണം കീഴ്പ്പെടുത്തി. പിന്നീട് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ സഡാക്കോയുടെ ആഗ്രഹം അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് പൂർത്തീകരിച്ച് ആ 1000 കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. അന്നു മുതൽ നമ്മുടെ സഡാക്കോയും അവൾ നിർമ്മിച്ച കൊക്കുകളുമെല്ലാം സമാധാനത്തിന് പ്രതീകങ്ങളായി കാണപ്പെടുന്നു. യുദ്ധമില്ലാത്ത സമാധാനത്തിന് നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഈ സഡാക്കോ കൊക്കുകളെ നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുന്നു.